തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിലെ ഉത്തരവനുസരിച്ച് വിവരങ്ങൾ കൈമാറിയെന്ന് സുപ്രീം കോടതിയിൽ SBIയുടെ സത്യവാങ്മൂലം. ബോണ്ട് വാങ്ങിയവരുടെയും ബോണ്ട് പണമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടും. ആകെ 22,030 ബോണ്ടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റിയതെന്നും SBIയുടെ സത്യവാങ്മൂലത്തിലുണ്ട്. SBI ചെയർമാൻ ദിനേശ് കുമാർ ഖാര സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇങ്ങനെ: തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ 2 പെൻഡ്രൈവുകളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് യഥാസമയം കൈമാറി. ബോണ്ട് വാങ്ങിയവരുടെയും തീയതിയും തുകയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് ആദ്യ പെൻഡ്രൈവ്. ബോണ്ട് പണമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങളാണ് രണ്ടാം പെൻഡ്രൈവിൽ ഉൾപ്പെടുത്തിയത്. രണ്ടും PDF ഫയലുകളാണ്. 2 ഫയലുകളും പാസ്വേഡാൽ സുരക്ഷിതമാണ്. പാസ്വേഡ് പ്രത്യേക കവറിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. 2019 ഏപ്രിൽ 1 മുതൽ 2024 ഏപ്രിൽ 15 വരെയുള്ള തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കണക്കാണ് SBI നൽകിയത്. അതായത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ നടപ്പാക്കിയതു മുതൽ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്നത് വരെയുള്ളവ. SBIയിൽ നിന്ന് സംഭാവനദാതാക്കൾ 22,217 ബോണ്ടുകൾ ഇതുവരെ വാങ്ങി. ഇതിൽ 22,030 ബോണ്ടുകൾ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പണമാക്കി മാറ്റി. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്ന ശേഷം പണമാക്കി മാറ്റാൻ കഴിയാതെ പോയത് 187 തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെന്നും SBI നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. അടുത്ത 48 മണിക്കൂറിനകം, അതായത് മറ്റന്നാൾ വൈകിട്ട് 5-നകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലാണ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങൾ വഴി ആര് ഏത് പാർട്ടിക്ക് സംഭാവന നൽകിയെന്നതിൽ തൽക്കാലം വ്യക്തത വരില്ല. SBI നൽകിയ വിവരങ്ങൾ പരിശോധിച്ച ശേഷം പുറത്തുവിടുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.